ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം നീ ഒരു കാര്യം ചെയ്. നീ നിന്നെ വിശ്വസിക്ക്, നിന്റെ കഴിവിൽ വിശ്വസിക്ക്. എന്നിട്ട് ഇറങ്ങി തിരിച്ച വരുണെന്നല്ല, ഒരുത്തനും നിന്നെ നിഷേധിക്കാൻ പറ്റില്ല. എടി, നിന്റെ മുത്തശ്ശിയാ പറയുന്നേ. മാഡമാണ് പെറ്റമ്മയെന്ന് രാധിക കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാത്ത നിലയ്ക്ക് ഒരു പ്രമാണത്തിൽ ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇടയിൽ രാധിക ഒരു ചോദ്യം ചോദിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ അതോടെ എല്ലാം അവസാനിക്കില്ലേ? മാത്രമല്ല, രാധികയ്ക്കൊരു പ്രശ്നം വന്നാ രാധിക ആരോടാ സംസാരിക്കുക? ശ്യാമ മാഡത്തോട്. ഇങ്ങനൊരു കാര്യം അറിഞ്ഞ രാധികയുടെ പെറ്റമ്മയായിട്ട് സമഞ്ഞെത്തിയിരിക്കുന്നത് ഐശ്വര്യ മാഡം ആണെന്ന് ശ്യാമ മാഡം തിരിച്ചറിയില്ലേ? എനിക്കത് അപകടമായിട്ടാ തോന്നുന്നത്. താൻ എന്താ ഈ പറയുന്നേ? മാഡം പിന്നെ എന്ത് ചെയ്യണമെന്നാ? സോണിയ, മാഡം കുറച്ചുകൂടെ കാത്തിരിക്കണം. രാധികയെ കൂടുതൽ കൂടുതൽ വിശ്വസിപ്പിക്കണം. എന്നിട്ട് രാധികയ്ക്ക് ഒരിക്കലും ഐശ്വര്യ മാഡത്തിന്റെ സ്നേഹം തട്ടിക്കളയാൻ പറ്റാത്ത അവസ്ഥ എത്തുമ്പോ അവളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാലോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. മാലിനി പറഞ്ഞത് ശരിയാ. ഇതൊരു ഞാനിന്മേൽ കളിയാ. വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും എനിക്ക് പറ്റില്ല. രാധികയിൽ ഒരു ചെറിയ സംശയം തട്ടിയാൽ അതോടെ എന്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാവും. എന്തായാലും പേപ്പറുകൾ റെഡിയാക്കി വെച്ചോളൂ. ഒപ്പിടാൻ ശ്രമിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. അയ്യോ മാഡം, ഈ അമ്മമാരുടെ മനസ്സ് ശരിക്കും അറിയാത്തതുകൊണ്ടാ. എന്തൊക്കെ കാണിച്ചാ അവരെ അടുപ്പിക്കാന്ന് അറിയില്ല. പക്ഷേ ചെയ്തല്ലേ പറ്റൂ. ഇനി മുതൽ അതിനായിരിക്കും എന്റെ ശ്രമം. ശരിക്കും രാധയുടെ മനസ്സിൽ അവളുടെ അമ്മയാവാൻ. ഹലോ, ഞാനാ മുത്തശ്ശി. എന്താ മോളെ ഈ നേരത്ത്? അത് വരുണിന്റെ മനസ്സിൽ എനിക്കൊരു വിലയുമില്ല മുത്തശ്ശി. ഇൻസൾട്ട് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? കണിമംഗലത്ത് കുറച്ച് സമ്പത്തുണ്ടെന്നല്ലാതെ അത്രയ്ക്ക് കേമാണോ വരുൺ? എനിക്കെന്താ സൗന്ദര്യമില്ലേ? ആളുകളോട് പെരുമാറാൻ അറിയില്ലേ? വരുണിനോടൊപ്പം ഞാൻ നടന്ന ആരെങ്കിലും എന്നെ കുറ്റം പറയോ? നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ?
എടി നിന്നോളം മിടുക്ക് വേറെ ആർക്കാ ഉള്ളത്? നിന്റെ സൗന്ദര്യത്തിൽ ഏത് പുരുഷനാ മയങ്ങാത്തത്? എന്തായാലും നിനക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കാൻ ആ കുടുംബക്കാര് തയ്യാറാണല്ലോ. അതിന്റെ അർത്ഥം പത്മിനിയും ബാക്കിയുള്ളവരും നിന്റെ പുറകെ ഉണ്ടെന്നല്ലേ? എടി പിന്നെ നിനക്ക് മുമ്പോട്ട് പോകാൻ എന്താ പ്രയാസം? ഇന്ന് അവൻ നിന്നെ മണിയറയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? വാശി വേണം. നാളെ ഒരു ദിവസം അവൻ തന്നെ മണിയറ ഒരുക്കി അവിടേക്ക് നിന്നെ വിളിപ്പിക്കണമെന്ന വാശി. എടി അവിടെ ആ പെണ്ണ് ജയിക്കേണ്ടത്. എന്നെ വരുണനെ ഒന്നിപ്പിക്കാൻ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കായിരിക്കും, പക്ഷേ അവളുടെ ഉള്ളിൽ അതല്ല. എടി അവള് നിന്നെ ചതിക്കും. ഇല്ല മുത്തശ്ശി, ചേച്ചി എനിക്ക് വിശ്വാസമാ. നാളെ ഇത് മാറ്റി പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് കരയാൻ നിൽക്കരുത്. നീ ഒരു കാര്യം ചെയ്, അവൾ അവിടെ ഉള്ളത് നീ കാര്യമാക്കണ്ട. നിന്റെ സൗന്ദര്യവും സാമർത്ഥ്യവും നിനക്ക് ബോധ്യപ്പെടുത്താനാവണം. എടി വരുണിന്റെ കാര്യത്തിൽ നീ അങ്ങ് ഇടപെട്ടോ? തടസ്സം നിന്നാല് എത്ര ദിവസം നിൽക്കാൻ പറ്റും അവന്? കുടുംബം എന്നുള്ളത് അവനും കൂടിയുള്ളൊരു ബാധ്യത. അച്ഛനെയോ അമ്മയോ ധിക്കരിച്ച് ഒരുപാടൊന്നും അവനങ്ങ് കൈവിട്ട് കളയാൻ പറ്റില്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്, നീ നിന്നെ വിശ്വസിക്ക്, നിന്റെ കഴിവിൽ വിശ്വസിക്ക്. എന്നിട്ട് ഇറങ്ങി തിരിച്ച വരുണെന്നല്ല ഒരുത്തനും നിന്നെ നിഷേധിക്കാൻ പറ്റില്ല. എടി നിന്റെ മുത്തശ്ശിയാ പറയുന്നേ. മുത്തശ്ശിയോട് സംസാരിച്ചപ്പോ എനിക്കൊരല്പം സമാധാനം തോന്നുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. മുത്തശ്ശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ദൈവങ്ങൾക്ക് എത്ര വഴിപാടാ മുത്തശ്ശി നേർന്നിരിക്കുന്നതെന്ന് നിനക്കറിയാവോ? അതൊക്കെ നടത്തണം. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി ഇടവും വലവും നിർത്തി മുത്തശ്ശിക്ക് അത് നടത്തണം. നീ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങും മോളെ. ശരി മുത്തശ്ശി, മുത്തശ്ശി പോയി കിടന്നു. കൂടെയുള്ള ശത്രുവിനെ തിരിച്ചറിയാത്തതാ അവളുടെ ഒരു കുഴപ്പം. നീ ഇതവിടെ പോയിട്ട് വരോ? ഉറക്കത്തിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ചേച്ചി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി പുറത്ത് ചെന്നിരുന്നതാ.